ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് താങ്കൾ ഇല്ലാത്ത ശബ്ദം കേട്ടതാണെന്നാണ് താങ്കളുടെ ഭാര്യ പറയുന്നത്. അല്ല, ഞാൻ ശരിക്കും കേട്ടതാണ്. അതൊക്കെ പോട്ടെ, അത് മയക്കുമരുന്നാണെന്ന് കോടതിക്ക് എങ്ങനെ അറിയാം? ഇത് കണ്ടാൽ തന്നെ അറിയാലോ. ഓ, അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനും നരേന്ദ്രമോദിയും കാണാൻ ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി എന്റെ അച്ഛനാവൂ? കണ്ട വായറിഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ ഒന്നും പറയാനില്ലാത്ത? അല്ല പിന്നെ നിനക്ക് അച്ഛനുണ്ട്? ഓ അല്ല, എന്റെ വീട്ടുകാരെ എയർ ഡ്രോപ്പ് ചെയ്തെടുത്തതാ. അതിന് എന്റെ വീട്ടുകാർക്ക് ഐഫോൺ ഉണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ഇവളുടെ റൂമിൽ ഒരു അന്യ പുരുഷന്റെ ശബ്ദം കേട്ടതാണ്. അവിഹിതം തന്നെയാണ്. ഓ, കല്യാണം കഴിയുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ആ സർപ്രൈസ് ഈ അവിഹിതമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കേട്ടേ ശരിയാണോ മോൾ? അവിഹിതം ഉണ്ടോ? കണ്ടോ പാവം കൊച്ച്, നീ കണ്ട മയക്കുമരുന്ന് ഉപയോഗിച്ച് ഓരോ തോന്നൽ തോന്നിയിട്ട്. എന്നാൽ നിങ്ങൾ ഇവളും തമ്മിൽ അവിഹിതമുണ്ടെന്ന് ഞാൻ നാട്ടിൽ പറഞ്ഞു വരുത്തും. മോനെ, എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുറ്റപ്പെടുത്തിയ നിങ്ങളുടെ കഞ്ഞിയിൽ കസ്കസ് ഇട്ട് തരാൻ ഞാൻ. മതി വാദിച്ചത്. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു. അടുത്ത 12ലേക്ക് ഞാൻ വാദം മാറ്റട്ടെ. വാദം മാറ്റാൻ താൻ ഗുറുന്തോട്ടിയ വാദം ഒന്നും മാറ്റേണ്ട, അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് റിവേഴ്സ് വേണം. ഓക്കെ മോളെ, സത്യം പറയും. ആ അന്യപുരുഷന്റെ ശബ്ദം ആരുടെയായിരുന്നു? അവിഹിതമായിരുന്നു? അയ്യോ സാറേ, അത് അന്യപുരുഷന്റെ ശബ്ദമല്ല, എന്റെ തന്നെ ശബ്ദമാണ്.